ഓക്കെ, അപ്പോൾ സ്പെയർ പാർട്സ് എന്തൊക്കെയാണ് മാറിയിട്ടുള്ളത്? സ്പെയർ പാർട്സ് അതായത് ഇതിൽ ഒരുപാട് സാധനങ്ങൾ മാറിയിട്ടുണ്ട്. മെയിനായിട്ട് ഡൂം അസംബ്ലി, പാർക്ക് സെറ്റ്, ലോക്ക് സെറ്റ്, ഹാൻഡില്, മീറ്റർ, ആംബിയർ മീറ്റർ, ഫ്രണ്ട് നമ്പർ പ്ലേറ്റ്, പിന്നെ ഫ്രണ്ട് റിമ്മ് പുതിയതാണ്. പിന്നെ ഫ്രണ്ട് സ്റ്റമ്പും പൈപ്പ് നമ്മൾ പുതിയ മോഡലിൻ്റെ ആക്കി. ഓൾറെഡി മുമ്പ് ഡിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രാഷ് കാർഡ് മാറി, ബാറ്ററി ബോക്സ് മാറി, സ്റ്റെയിനർ, 2 ഷോക്ക് അബ്സർ, പിന്നെ ഈ ടൈൽ ലാമ്പസി, ഇൻഡിക്കേറ്റേഴ്സ്, ഫുഡ് ട്രസ്റ്റ്, കിക്കർ, ഗിയർ ലിവർ, പിന്നെ ബെൻഡ് പൈപ്പ്, സൈലൻസർ, കാർബറേറ്റർ, വയറിംഗ് കിറ്റ് എല്ലാം മാറി. പിന്നെ ഇത് 2 ഫുഡ് ട്രസ്റ്റ് നമ്മൾ ഒരു ചെറിയൊരു രീതി ചെയ്തെടുത്താണ്. ഇതിൽ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇച്ചിരി ചെറുതായി. ഇത് ഓൾറെഡി ഉള്ളതല്ലായിരുന്നോ? ഇതല്ല, ഈ ഫുട്പക്ക് ചവിട്ടുന്ന ഫുഡ് ട്രസ്റ്റ് ഇച്ചിരി വലുതാക്കണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പൊ ഡോക്ടർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ വിളിക്കുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു, കാര്യം ഇത്രയും ദൂരെ നിന്ന് വണ്ടി വന്നിട്ട് സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ പുള്ളി പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത് നേരത്തെ നമ്മൾ ചെയ്തതാണ്. ഇച്ചിരി വലുതാക്കി, ഡോക്ടർക്ക് കുറച്ച് നീളം കൂടുതൽ വേണമെന്ന് പറഞ്ഞു. 2 സൈഡും ചവിട്ടി ഇരിക്കാനായിട്ട്. മനസ്സിലായി. ആദ്യം ഒരു രീതി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഡോക്ടറെ അടുത്ത് പറയും, ഡോക്ടർ എത്തി ടൈം തന്നാലും വണ്ടി ഞാൻ പക്കാക്കി തരും, പ്ലീസ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റൊന്നും ചോദിച്ചിട്ടില്ല. നോർമലി എല്ലാവരും എത്ര രൂപ നിൽക്കും, എത്ര രൂപ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ന സാധനം കംപ്ലൈൻ്റ് ആണ് മാറണമെന്ന് പറയും, ഇത്രയും പൈസയായി മാറണ്ട എന്ന് പറയും. പക്ഷെ ഡോക്ടർ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. മാറിക്കോ, എന്താ ഡോക്ടറിന് ഞാൻ സംസാരിച്ചപ്പോഴും പുള്ളി അതാണ് പറഞ്ഞത്. ഷിജിൻ ഇങ്ങനെ അത് മാറേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിലും ഇല്ല, മാറിക്കോ എന്ന് പറഞ്ഞു. ചിലരെ അല്ല, ഞാനിപ്പോൾ ഇത് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ചിലർ നമ്മുടെ വീഡിയോയുടെ കമന്റ് ഇടുന്നുണ്ട്, ഇതെല്ലാം പുതിയത് വയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ എന്തോന്ന് റീസ്റ്റോറേഷൻ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്, പുതിയ പാർട്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പലർക്കും ആക്ച്വലി പുതിയ പാർട്സ് വേണം, അല്ലേ? അതാണ് കാര്യം. പിന്നെ ചില പാർട്സ് നമ്മളെ വണ്ടിയിൽ ഇരിക്കുന്നത് നശിച്ച് ഒരു പരിധിക്കപ്പുറം ചെയ്തപ്പോൾ പുതിയത് മേടിച്ച് വെച്ചേ പറ്റും. അത്രേ ഉള്ളൂ. കുറെ സാധനങ്ങളൊക്കെ നമുക്ക് പാച്ച് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, വേറെ ഒരുപാട് സാധനം മാറി. ഡോക്ടർ എല്ലാം പുതിയത് തന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞു. ഒരു 6 മാസം വരെ ഓടും എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളെങ്കിലും വേണ്ട, പുതിയത് ഉപയോഗിച്ചു വന്നു. എനിക്ക് തോന്നുന്നു എങ്ങനെയായാലും ഒരു 10-40,000 രൂപ ആയിട്ടുണ്ട്. കാര്യം പല സ്ഥലത്തു നിന്നാണ് ഷോപ്പിൽ നിന്നായിട്ട് മേടിക്കുന്നത്. പിന്നെ എല്ലാത്തിന്റെയും ഒരു ലിസ്റ്റ് ആക്കി ബില്ലാക്കി ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഷോപ്പിൽ നിന്ന് മാത്രമേ 21,000 രൂപ ബില്ലായി, ഒരു ഷോപ്പിൽ. പിന്നെ 2 ഷോപ്പിൽ നിന്ന് എല്ലാ സാധനം എടുത്തിട്ടുണ്ട്.